വെൽക്കം ടു NRA വേൾഡ്. സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്ന വിദേശ പൗരന്മാരുടെ വിസ നടപടികൾ വേഗത്തിലാക്കാൻ കാനഡ എക്സ്പ്രസ് എൻട്രികൾ തുറക്കുന്നു. അടുത്ത വർഷത്തോടെ പുതിയ എക്സ്പ്രസ് എൻട്രി വിഭാഗങ്ങൾ തുടങ്ങും. ദേശീയ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കം. സീനിയർ മാനേജർമാർ, ശാസ്ത്രജ്ഞർ, ഗവേഷകർ, സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് പുതിയ എക്സ്പ്രസ് എൻട്രി ലഭിക്കുക. ഇവരുടെ സ്ഥിര താമസാപേക്ഷകൾ ലളിതമാക്കുക എന്നതാണ് ലക്ഷ്യം. സർക്കാരിന്റെ വെബ്സൈറ്റിൽ പുതിയ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പൊതുജനങ്ങളുമായി കൂടിയാലോചനയ്ക്ക് അടുത്ത മാസം 3 വരെ തുറന്നിരിക്കും. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പുതിയ എക്സ്പ്രസ് എൻട്രി വിഭാഗങ്ങൾ. ന്യൂസിലാൻഡിൽ താൽക്കാലിക ജോലികൾക്കായി വിസ അനുവദിക്കുന്നു. 3 വർഷം വരെയാണ് സീസണൽ വിസയുടെ കാലാവധി. സീസണൽ വിസ, പീക്ക് സീസണൽ വിസ എന്നിവയാണ് 2 പുതിയ വിസ വിഭാഗങ്ങൾ. വരുന്ന ഡിസംബർ 8 മുതൽ ലഭ്യമാവുന്ന വിസകൾ കൃഷി, ഹോർട്ടിക്കൾച്ചർ, ടൂറിസം, ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ വ്യവസായങ്ങളിലാണ് ഹ്രസ്വകാല ജീവനക്കാർക്ക് അവസരം. ഈ വിസയ്ക്ക് പരീക്ഷകളോ ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യമോ ആവശ്യമില്ല. മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഉടമകൾക്ക് മറ്റ് വിസകളിലേക്ക് തരം മാറ്റാൻ കഴിയും. എന്നാൽ ഇവർക്ക് ആശ്രിത വിസകൾ സ്പോൺസർ ചെയ്യാൻ കഴിയില്ല. സന്ദർശക വിസകൾക്കുള്ള ശമ്പള പരിധി വ്യവസ്ഥ നിർത്തലാക്കി കുവൈറ്റ്. കുടുംബ വിസയുടെ കാലാവധി 1 മാസം തന്നെ. വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിസ നിയമങ്ങളിലെ മാറ്റം. പ്രവാസികൾക്ക് കുടുംബത്തെയും കൊണ്ടുവരാം. നാല് വിഭാഗങ്ങളിലായാണ് ടൂറിസ്റ്റ് വിസകൾ. ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത ഓപ്ഷനുകളും നിബന്ധനകളും ഉണ്ടായിരിക്കും. പൂർണ്ണമായും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും വിസ ഇടപാടുകൾ. കുവൈറ്റ് വിസ എന്നതാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRA ഡെസ്ക്. ഒമാനിൽ പ്രവാസികളുടെ റെസിഡന്റ് കാർഡ് കാലാവധി നീട്ടി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് ഉപകാരപ്രദമാകും. സൗദി അറേബ്യയിലെ ഹോട്ടലുകളിൽ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം 20 മണിക്കൂറാക്കി. സൗദി ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം. GCC രാജ്യങ്ങളിലെ എല്ലാ പ്രവാസികൾക്കും
ഇനി കുവൈറ്റ് സന്ദർശനം എളുപ്പമാകും. ഓൺ അറൈവൽ വിസ സൗകര്യം പ്രാബല്യത്തിൽ. സൗദിയിൽ ജോലിയിൽ നിന്നും ഒളിച്ചോടിയ ഗാർഹിക തൊഴിലാളികൾക്ക് പദവി നിയമാനുസൃതമാക്കാൻ 3 മാസം കൂടി. മലയാളികൾ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഒമാനിൽ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഈ മാസം 18 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. പഴയ എണ്ണ ടാങ്കുകളുടെ പാർക്ക് സാംസ്കാരിക കേന്ദ്രമായി മാറ്റിയ ദക്ഷിണ കൊറിയയിലെ പഴയ എണ്ണ സംഭരണ കേന്ദ്രം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ പല രുചികൾ. ബെൽജിയൻ കടുക്ക ഫ്രൈ വീഞ്ഞിനോടൊപ്പം വിളമ്പുന്ന ഉഗ്രൻ ബെൽജിയൻ ദേശീയ വിഭവം.